ഗണപതയേ നമഃ. ഓം സം സരസ്വതൈ നമഃ. ഓം ഗുരുഭ്യോ നമഃ. എല്ലാ സജ്ജനങ്ങളായ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തില് 4-ാം അധ്യായം നാം ചർച്ച ചെയ്തു കഴിഞ്ഞു. ദേവകി പ്രസവിച്ചത് പെൺകുഞ്ഞാണെന്നറിഞ്ഞിട്ടും കംസൻ എന്ത് ചെയ്തു? അതിനെ കൊല്ലാൻ ഒരുങ്ങി. പക്ഷെ അതിനെ കല്ലിലടിക്കാൻ തുടങ്ങിയപ്പോൾ അതെന്ത് ചെയ്തു? ദേവി 8 ഭുജങ്ങളോടുകൂടി കയ്യിൽ വിവിധ ആയുധങ്ങളേന്തി ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് കംസനോട് പറഞ്ഞു, അല്ലയോ ദുഷ്ടനായ കംസ, നിന്റെ അന്തകൻ നേരത്തെ തന്നെ പിറന്നിട്ടുണ്ട്, നീ പെട്ടെന്ന് തന്നെ അന്വേഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോൾ കംസൻ ഭൃത്യന്മാരുമായിട്ട് അല്ലെങ്കിൽ മന്ത്രിമാരുമായിട്ട് കൂടിയാലോചിക്കുന്നു. 10 ദിവസം പ്രായമുള്ള കുട്ടികളെ കൊല്ലാൻ തീരുമാനിക്കുന്നു. അതുവരെയാണ് 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് 5-ാമത്തെ അധ്യായത്തില് നന്ദഗോപർ യശോദയ്ക്ക് പുത്രൻ പിറന്നു എന്ന് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി ഭഗവാന്റെ അവതാര ഉത്സവം തന്നെയാണ് നടത്തുകയാണ്. ജന്മോത്സവം നടത്തുകയാണ്. അതാണ് നമുക്ക് ഇന്ന് പഠിക്കേണ്ടത്. അത് കഴിഞ്ഞ് ഈ അധ്യായത്തിൽ തന്നെ നന്ദഗോപർ മധുരയിലേക്ക് യാത്ര പുറപ്പെടുന്നതും പറയുന്നുണ്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ 5-മോധ്യായഃ. ശ്ലോകം 1. ശ്രീശുക ഉവാച. നന്ദസ്ത്വാത്മജ ഉത്പന്നേ ജാതാഹ്ലാദോ മഹാമനാഃ ആഹൂയ വിപ്രാൻ ദൈവജ്ഞാൻ സ്നാദശുചിർ അലങ്കൃതഃ. പദച്ഛേദം. നന്ദഃ തു ആത്മജ ഉത്പന്നേ. ഉത്പന്നേ എന്ന് വന്നിട്ട് ആത്മജേ എന്ന് വരും. ആത്മജേ ഉത്പന്നേ ജാതാഹ്ലാദഃ മഹാമനഃ മഹാമനാഃ ആഹൂയ വിപ്രാൻ ദൈവജ്ഞാൻ സ്നാദഃ ശുചിഃ അലങ്കൃതഃ. അന്വയാർത്ഥം നോക്കാം. ആത്മജേ ഉത്പന്നേ, പുത്രൻ പിറന്നപ്പോൾ, മഹാമനാഹ മഹത്തായ മനസ്സോടുകൂടിയവനും, ജാതാഹ്ലാദഃ ഉണ്ടായ സന്തോഷത്തോടു കൂടിയവനും ആയ നന്ദഃ തു നന്ദനാവട്ടെ ദൈവജ്ഞാൻ ദൈവജ്ഞരായ വിപ്രാൻ ബ്രാഹ്മണരെ ആഹൂയ വിളിച്ചിട്ട് സ്നാദഃ സ്നാനം ചെയ്ത് ശുചിഹി ശുദ്ധമായി അലങ്കൃതഃ അലങ്കരിച്ചവനായി ഭവിച്ചു. അപ്പോൾ പുത്രൻ ജനിച്ചപ്പോൾ നന്ദഗോപർക്കും യശോദയ്ക്കും ഭയങ്കര സന്തോഷമായി. കാരണം എന്താണ്? വളരെ കാലം ഇവർക്ക് പുത്രൻ ഇല്ലാതിരുന്നിട്ട് കിട്ടിയ പുത്രനാണ്, ആദ്യമായി കിട്ടിയ പുത്രനാണ്. അതുകൊണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമായി. ഇതൊരു ഉത്സവമായിട്ട് ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പൊ നന്ദഗോപർ എന്ന് പറയുന്നത് വ്രജത്തിലെ നായകനാണ്, യശോദ നായികി. അപ്പൊ വ്രജവാസികൾക്കെല്ലാം നന്ദഗോപരോടും യശോദയോടും വളരെയധികം സ്നേഹമായിരുന്നു. അവരും അതുപോലെ തന്നെ അവരോട് നല്ല രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പുത്രൻ ജനിച്ചു എന്നറിഞ്ഞപ്പോൾ എല്ലാ പേർക്കും ആ വ്രജം മുഴുവനും സന്തോഷത്തിലാണ്ട്. അപ്പോ ജ്യോതിശാസ്ത്ര നിപുണന്മാരായ ബ്രാഹ്മണരെ വിളിച്ചു വരുത്തി സ്നാനം ചെയ്ത് ശുദ്ധനായി അലങ്കാരങ്ങൾ ധരിച്ചു. അപ്പോ ജാതകർമ്മങ്ങൾ ചെയ്യാൻ ആണ് തീരുമാനിച്ചത്. അപ്പോ ഒരു കുട്ടി ജനിക്കുമ്പോൾ അതിന് ജാതകർമ്മങ്ങൾ ചെയ്യണം. അതായത് ഷോഡശ സംസ്കാരം എന്ന് പറയും. 16 സംസ്കാരങ്ങളുണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ. അതായത് കുട്ടി ഗർഭത്തിൽ ഉണ്ടാകുന്നത് മുതൽ, ഒന്നാമത്തത് ഗർഭാധാനം എന്നാണ്, ഗർഭധാരണം ചെയ്യുന്ന സമയം. പിന്നെ അടുത്ത് പുംസവനം, ഗർഭിണിയായിരിക്കുമ്പോൾ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങള്.
പിന്നെ സീമന്താനയനം, പിന്നെ 4ാമത് കുട്ടി ജനിക്കുമ്പോഴാണ് ജാതകർമ്മം. അപ്പൊ അതാണ് ഇവിടെ നടക്കുന്നത്, ജാതകർമ്മം. അപ്പൊ സാധാരണ എല്ലാവരും അനുഷ്ഠിച്ച് വരുന്ന കാര്യമാണ്. അപ്പൊ അത് തന്നെ നന്ദനും ചെയ്തു, നന്ദഗോപരും അത് തന്നെ ചെയ്തു. അപ്പൊ പുത്രൻ ജനിച്ചപ്പോൾ ജാതകർമാദികൾ ചെയ്യുന്നു. ഇവിടെ ചെയ്യാൻ വേണ്ടി പണ്ഡിതൻ ബ്രാഹ്മണന്മാരെ എല്ലാം വിളിക്കുന്നു. അപ്പോൾ നന്ദൻ അറിഞ്ഞുകൂടാ ഇത് ഭഗവാനാണെന്ന്, പുത്രനാണെന്നുള്ള രീതിയിലാണ് ജാതകർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അത് സദാനുചാര കാര്യങ്ങൾ, അതായത് ആ ഷോഡശ സംസ്കാരം എങ്ങനെയാണോ സാധാരണ ചെയ്തു വരുന്നത് അതനുസരിച്ച് പുത്രനെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യാവുന്ന സംസ്കാരങ്ങളെല്ലാം ചെയ്യുന്നു. അപ്പൊ ഇവിടെ ബ്രാഹ്മണരെ വിളിച്ചു വരുത്തി എന്നിട്ട് കുട്ടിക്ക് ഉള്ള ജാതകർമ്മങ്ങളൊക്കെ ചെയ്യുകയാണ്. ശ്ലോകം എന്ന് പറയാം. നന്ദസ്ത്വാത്മജ ഉത്പന്നേ ജാതാഹ്ലാദോ മഹാമനാഹ ആഹൂയ പിപ്രാൻ ദൈവജ്ഞാൻ സ്നാതസുജിത് അലങ്കൃതഃ. ശ്ലോകം 2. വാചയിത്വാ സ്വസ്ത്യയനം ജാതകർമാത്മജസ്യ വൈ കാരയാമാസ വിധിവത് പിതൃദേവാർച്ചനം തഥാ. വാചയിത്വാ സ്വസ്ത്യേന. അപ്പൊ ബ്രാഹ്മണരെ വിളിക്കുമ്പോൾ കുട്ടി ജനിച്ച ഉടനെ തന്നെ കുട്ടികൾക്ക് മംഗളം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനാ രൂപമായ സൂക്തങ്ങൾ പറയും, വേദങ്ങളിലെ സൂക്തങ്ങൾ പറയും. അപ്പോൾ മംഗള സൂചകമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ബ്രാഹ്മണരെ കൊണ്ട് വേദസൂക്തങ്ങൾ ചൊല്ലിപ്പിച്ചു. സ്വസ്ത്യയനം വാചയിത്വ ചൊല്ലിപ്പിച്ചിട്ട് ആത്മജസ്യ പുത്രന് ജാതകർമ്മം എന്നു പേരായ സംസ്കാരത്തെയും പിതൃദേവാർച്ചനം ശ്രാദ്ധത്തെയും ദേവപൂജയും വിധിപ്രകാരം കാരയാമാസ ചെയ്യിപ്പിച്ചു. അപ്പോ ഒരു പുത്രൻ വളരെ കാലത്തെ ആഗ്രഹത്തിന് ശേഷം ഒരു പുത്രൻ ജനിക്കുകയാണ്. അപ്പോൾ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യുകയാണ്. അപ്പോൾ ജാതകർമ്മം സ്വയം ചെയ്യേണ്ട കാര്യങ്ങൾ പോലും സന്തോഷാധിക്യം നിമിത്തം നന്ദഗോപരന് ചെയ്യാൻ പറ്റിയില്ല. അതെല്ലാം മറ്റുള്ളവരെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. എന്നാൽ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒട്ടും തെറ്റാതെ തന്നെ നന്ദഗോപർ അനുഷ്ഠിച്ചു. ഇത് പരമാത്മാവാണെന്ന് വസുദേവർക്ക് അറിയാവൂ, നന്ദഗോപർക്ക് അറിഞ്ഞുകൂടാ. ശ്ലോകം 2. വാചയിത്വാ സ്വസ്ത്യേനം ജാതകർമാത്മജസ്യ വൈ കാരയാമാസ വിധിവത് പിതൃദേവാർച്ചനം തഥാ. അടുത്ത ശ്ലോകം 3. ധേനൂനാം നിയുതേ പ്രാതാത് വിപ്രേഭ്യ സമലങ്കൃതേ തിലാദ്രീൻ സപ്തരത്നൗഖ ശാതകൗംഭ അംബരാവൃതാൻ. ധേനൂനാം നിയുതേ പ്രാതാത് വിപ്രേഭ്യ സമലങ്കൃതേ തിലാദ്രീൻ സപ്തരത്നൗഖ ശാത കൗംഭ അംബര ആവൃതാൻ. സമലങ്കൃതേ. അപ്പൊ സാധാരണ കുട്ടി ജനിക്കുമ്പോൾ എന്ത് ചെയ്യും? ബ്രാഹ്മണർക്ക് പശുക്കളെ എല്ലാം ദാനം ചെയ്യും. അപ്പൊ അലങ്കരിക്കപ്പെട്ട ധേനൂന പശുക്കളുടെ നിയുതം 2 ലക്ഷം. കുട്ടി ജനിച്ച ഉടനെ വസുദേവർ എന്ത് ചെയ്തു? 10,000 പശുക്കളെ സങ്കല്പം കൊണ്ട് ദാനം ചെയ്തു എന്നാണ് അവിടെ, അല്ലെ? കാരാഗ്രഹത്തിലാണ്ട് സങ്കല്പം കൊണ്ട് ദാനം ചെയ്തു. ഇവിടെ പശുക്കൾ എത്രയാണ്? 2 ലക്ഷം. നിയുതേ രത്നൗക ശാത കൗംഭ അംബര ആവൃതാൻ. അവരെ രത്നസമൂഹങ്ങൾ, സ്വർണ്ണ നിറമുള്ള വിശേഷ വസ്ത്രം ഇവ കൊണ്ട് മൂടിയ സപ്തതിലാദ്രീൻ 7 എള്ളുകൊണ്ടുള്ള മലകളെയും വിപ്രേഭ്യ ബ്രാഹ്മണർക്കായിക്കൊണ്ട് പ്രാതാ കൊടുത്തു. അപ്പൊ കുട്ടി ജനിച്ചതിന്റെ സന്തോഷം കൊണ്ട് കുന്നുപോലെ കൂട്ടിയ 7 വിധ ധാന്യങ്ങൾ ബ്രാഹ്മണർക്കായിട്ട് കൊടുത്തു.
അപ്പൊ ഇത് 10 ഇടങ്ങഴി എള്ള് ഒരിടത്ത് നന്നായി കൂട്ടിയാൽ അതിനെ ഒരു മല എന്ന് പറയും. 10 ഇടങ്ങഴി എള്ള് ഒരിടത്ത് നന്നായി കൂട്ടിയാൽ, നമ്മളാണെങ്കിൽ 10 ഇടങ്ങഴി പണ്ടത്തെ ഒരു പറ എന്നൊക്കെ പറയും, ഇവിടെ ഒരു മല എന്ന് പറയും. ആ എള്ളിന്റെ മീതെ രത്നവും സ്വർണവും ഇട്ട് മഹാമേരു പർവ്വതമാണെന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് ദാനം ചെയ്യുന്നത്. ഇത് സന്തോഷം കൊണ്ട് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ബ്രാഹ്മണർക്കും മറ്റുള്ളവർക്കും എല്ലാം കൊടുക്കുകയാണ്. തേനൂനാം നിയുതേ പ്രാതാത് വിഭ്രേഭ്യ സമലംകൃതേ തിലാദ്രീൻ സപ്തരത്നൗഖ ശാതകൗംഭാംബരാവൃതാൻ. ശ്ലോകം 4. കാലേന സ്നാന ശൗചാഭ്യാം സംസ്കാരൈ തപസേജ്യയാ ശുദ്ധ്യന്തി താനൈ സന്തുഷ്ട്യ ദ്രവ്യാന്യ ആത്മവിദ്യയാം. കാലേന സ്നാന ശൗചാഭ്യാം സംസ്കാരൈഃ തപസ ഈജ്യയാ ശുദ്ധ്യന്തി ദാനൈഃ സന്തുഷ്ട്യ ദ്രവ്യാണി ആത്മവിദ്യയാ. കാലേന ഓരോന്ന് ശുദ്ധമാകുന്നത് എങ്ങനെയാണ്? കാലേന കാലം കൊണ്ട് ഭൂമിയും, സ്നാന ശൗചാഭ്യാം കുളി ശൗചം ഇവ കൊണ്ട് ശരീരവും, സംസ്കാരങ്ങൾ കൊണ്ട് ഗർഭവും, തപസ് കൊണ്ട് ഇന്ദ്രിയവും, ഈജ്യയ യാഗങ്ങൾ കൊണ്ട് ബ്രാഹ്മണരും, ദാനൈഹി ദാനങ്ങൾ കൊണ്ട് ദ്രവ്യവും, സന്തുഷ്ട്യ മനസ്സുകൊണ്ട് സന്തോഷം കൊണ്ടും ശുദ്ധിയന്തി ശുദ്ധമാക്കുന്നു. അപ്പൊ എല്ലാം ശുദ്ധമാക്കുകയാണ്. ആത്മവിദ്യ കൊണ്ട് ആത്മാവ് ശുദ്ധിയന്തി ശുദ്ധമാകും. അപ്പൊ ആത്മാവ് ശുദ്ധമാകണമെങ്കിൽ എന്ത് വേണം? ആത്മവിദ്യ കൊണ്ട് ആത്മാവിന്റെ ശുദ്ധിക്ക് നേരത്തെ പറഞ്ഞ ഒന്നും പോരാ. ആത്മസ്വരൂപനായിരിക്കുന്ന ശ്രീകൃഷ്ണനെ ഉപാസിക്കുന്ന വിദ്യ കൊണ്ട് മാത്രമേ പരിശുദ്ധമാവുകയുള്ളൂ. അപ്പൊ അങ്ങനെ പുത്രൻ ശ്രീകൃഷ്ണനാണെന്ന് അറിഞ്ഞിട്ടില്ലാത്ത നന്ദൻ സദാചാരാനുസരണം സംജാതമായ പുത്രനെ ഉദ്ദേശിച്ച് ചെയ്യേണ്ട സംസ്കാര കർമാദികൾ എല്ലാം, ജാതകർമാദികൾ എല്ലാം ചെയ്തു. ശ്ലോകം 5. സൗമംഗല്യ ഗിരോ വിപ്രാ സൂതമാഗത വന്ദിനഃ ഗായകാശ്ച ജഗുർ നേതുർഭേര്യോ ദുന്ദുഭയോ മുഹുഃ. സൗമംഗല്യ ഗിരഃ വിപ്രാഃ സൂതമാഗത വന്ദിനഃ ഗായകാഃ ച ജഗുഃ നേതുഃ ഭേര്യോ ദുന്ദുഭയഃ മുഹുഃ. വിപ്രാഹ ബ്രാഹ്മണരും സൂതമാഗത വന്ദികളും ഒക്കെ ഓരോ വർഗക്കാരാണ്. സൂതന്മാർ, മാഗതന്മാർ, വന്ദികൾ. സൗമംഗല്യ ഗിരഹ കല്യാണകരമായ വാക്കുകളോട് കൂടിയവരായി ഭവിച്ചു. അവരൊക്കെ നല്ല വാക്കുകൾ കൊണ്ട് സ്തുതിച്ചു. ഗായക പാട്ടുകാരും, ജഗു പാടി. ഭേര്യഹ ഭേരികളും, ദുന്ദുഭികളും, മുഹുഹു വീണ്ടും വീണ്ടും നേതു ശബ്ദിച്ചു. അപ്പൊ അവർക്ക് സന്തോഷമായി. നന്ദഗോപർക്കും യശോദയ്ക്കും ഉണ്ണി പിറന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ പ്രജവാസികളെല്ലാം പാടുകയും നൃത്തം വയ്ക്കുകയും വാദ്യഘോഷങ്ങൾ മുഴക്കുകയും ചെയ്തു. ശ്ലോകം 5 സൗമംഗല്യ ഗിരോ വിപ്രാ സൂതമാഗത വന്ദിനഃ ഗായകാശ്ച ജഗുർ നേതുർ ഭേര്യോ ദുന്ദുഭയോ മുഹുഃ. ശ്ലോകം 6 വ്രജസംഹൃഷ്ട സംസിക്ത
ദ്വാരാചിരഗൃഹാന്തരഃ ചിത്രധ്വജ പതാക ശൈല പല്ലവ തോരണൈഃ പ്രജഃ സംമൃഷ്ട സംസിക്ത ദ്വാര അജിര ഗുഹ അന്തരഃ ചിത്രധ്വജ പതാക ശൈല പല്ലവ തോരണൈഃ. അപ്പൊ അവിടെ മുഴുവനും ഗോകുലം അകത്തും പുറത്തും വീഥികളിലും എല്ലാം കൊടിക്കൂറകൾ കൊണ്ടും പൂമാലകൾ കൊണ്ടും തുണികൾ കൊണ്ടും ഇലകൾ കൊണ്ടും എല്ലാം ഉണ്ടാക്കിയ തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. വ്രജം സംമൃഷ്ട സംസിക്ത ദ്വാര അജിര ഗൃഹാന്തര. ഗോകുലത്തിന്റെ ഉള്ളിലും പുറത്തുമുള്ള പൊടികളൊക്കെ അടിച്ച് തൂത്തുവാരി ചന്ദനം, കർപ്പൂരം മുതലായ സുഗന്ധദ്രവ്യങ്ങൾ കലക്കിയ വെള്ളം തളിച്ച് പരിശുദ്ധമാക്കി. വീടുകളുടെ ഉമ്മറത്തും തെരുവിലും എല്ലാം ഗരുഡാകൃതിയിൽ ഉള്ള വിശേഷ കൊടിക്കൂറകൾ ഉയർത്തിക്കെട്ടി. അനേകം മനോഹരമായ പുഷ്പങ്ങൾ കൊണ്ട്, അതുപോലെ തന്നെ നാനാതരത്തിലുള്ള തുണികൾ കൊണ്ട്, ഇലകൾ കൊണ്ട് തോരണങ്ങളൊക്കെ ഉണ്ടാക്കി എല്ലായിടവും അലങ്കരിച്ചു. വ്രജം മാത്രമല്ല, തെരുവുകളും എല്ലാം അലങ്കരിച്ചു. ഗോകുലവാസികൾ ജന്മന വൈഷ്ണവരാണ്. അപ്പൊ അവര് അതുകൊണ്ടാണ് ഗരുഡാകൃതിയിലുള്ള ധ്വജം ഉയർത്തി എന്ന് പറഞ്ഞത്. ശ്ലോകം 6 ഒന്നുകൂടെ വായിക്കാം. വ്രജസംപൃഷ്ട സംസിക്ത ദ്വാരാചിര ഗൃഹാന്തരഃ ചിത്രധ്വജ പതാക ശൈല പല്ലവ തോരണൈഃ. ശ്ലോകം 7. ഗാവോ വൃഷാ വത്സതരാ ഹരിദ്രാ തൈല രൂഷിതാഃ വിചിത്രധാതു ബർഹശ്രക് വസ്ത്ര കാഞ്ചന മാലിനഃ. പദച്ഛേദം. ഗാവഃ വൃഷാഃ വത്സതരാഃ ഹരിദ്രാ തൈല രൂഷിതാഃ വിചിത്ര ധാതു ബർഹ ശ്രഗ് വസ്ത്ര കാഞ്ചന മാലിനഃ. അപ്പോൾ പശുക്കളെയും കാളകളെയും കോവർ കഴുതകളെയൊക്കെ എന്ത് ചെയ്തു? മഞ്ഞൾ തേച്ച് ഭംഗിയായിട്ട് കുളിപ്പിച്ച് അവയുടെ കൊമ്പുകളൊക്കെ അലങ്കരിച്ചു വെക്കുകയാണ്. ഗാവഹ വൃഷാഹ കാളകൾ, ഗാവഹ പശുക്കൾ, വൃഷാഹ കാളകൾ, വത്സതര കോവർ കഴുതകൾ, ഹരിദ്ര മഞ്ഞൾ, തൈലം എണ്ണ, രൂഷിത വ്യാപിക്കപ്പെട്ട. അപ്പൊ അവയിലെല്ലാം എന്ത് ചെയ്തു? മഞ്ഞൾ പൊടിച്ച എണ്ണ തേച്ച് ഭംഗി വരുത്തി പശുക്കളെയും കാളകളെയും കോവർ കഴുതകളെയും. ഇനി അവയുടെ കൊമ്പുകളിലും മറ്റും ധാതുക്കൾ, പീലിക്കണ്ണുകൾ, മനോഹര വസ്ത്രങ്ങൾ, സ്വർണം കൊണ്ടുണ്ടാക്കിയ ചങ്ങലകൾ മുതലായവ കെട്ടി അലങ്കരിച്ചു. വിചിത്ര ധാതുക്കൾ, ബർഹ പീലി കണ്ണുകൾ, മൈപീലി ഷ്രഗ് പൂമാല, വസ്ത്ര കാഞ്ചന മാലിന. വസ്ത്രങ്ങൾ സ്വർണ്ണ നിറത്തിലുള്ള മനോഹരമായ വസ്ത്രങ്ങൾ, സ്വർണം കൊണ്ടുണ്ടാക്കിയ ചങ്ങലകൾ, കാഞ്ചന മാലിന, ഇവയെല്ലാം കൊണ്ട് അവിടെ എല്ലായിടവും അലങ്കരിക്കുകയാണ്. ശ്ലോകം 8. മഹാർഹവസ്ത്രാഭരണ കഞ്ചുഘോഷ്ണീഷഭൂഷിതാഃ ഗോപാ സമായയു രാജൻ ജ്ഞാനോ ഉപായന പാണയഃ. മഹാർഹ വസ്ത്ര ആഭരണ, വളരെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, കഞ്ചുക കുപ്പായം, കഞ്ചുക ഉഷ്ണീഷഭൂഷിതാഃ തലപ്പാവ്, ഉപായന പാണയ കയ്യിൽ കാഴ്ചദ്രവ്യങ്ങളായിട്ട് ഗോപാഹ സമായയു ഗോപന്മാർ അവിടെ എത്തി. അല്ലയോ രാജാവേ, മഹാർഹ വസ്ത്ര ആഭരണ കഞ്ചുഘോഷ്ണി ഇഷഭൂഷിതൗ ഗോപാ സമായയു രാജൻ ജ്ഞാനോ ഉപായന പാണയ. അപ്പൊ കൈകളിൽ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ
വിവിധ ഇനം സമ്മാനങ്ങൾ, വിലപിടിപ്പുള്ള ദ്രവ്യങ്ങൾ. അവരെങ്ങനെ വന്നു? വിലപിടിപ്പുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അലങ്കരിച്ചാണ് ഗോപന്മാർ അവിടെ എത്തിയത്. 9 ഗോപ്യാചാകർണ്യമുദിത യശോദായ സുതോദ്ഭവം ആത്മാനം ഭൂഷയാം ചക്രോ വസ്ത്രാകൽപാഞ്ചനാദിഭിः. പദച്ഛേദം. ഗോപ്യഃ ച ആകർണ്യ മുദിത യശോദായാഃ സുതോദ്ഭവം ആത്മാനം പൂഷയാൻ ചക്രുഹു വസ്ത്ര ആകൽപ അഞ്ജന ആദിഭിः. യശോദയുടെ സുതോദ്ഭവം, പുത്രജന്മത്തെ ആകർണ്യ കേട്ടിട്ട്, യശോദയ്ക്ക് പുത്രൻ ജനിച്ചതായി കേട്ടിട്ട് മുദിതാഹ സന്തോഷിച്ച ഗോപ്യാഹ ഗോപികളും വസ്ത്ര ആകൽപാൻ ജനാദിഭിः ആകൽപ അഞ്ജനാദിഭിः വസ്ത്ര ആകൽപ അഞ്ജനാദിഭി വസ്ത്രങ്ങൾ, അലങ്കാരങ്ങൾ, അഞ്ജനം എന്ന് പറഞ്ഞാൽ എന്താണ്? കൺമഷി. ഇവയെല്ലാം കൊണ്ട് ആത്മാനം ദേഹത്തെ പൂഷയാം ചക്രം അലങ്കരിച്ചു. അപ്പൊ ഗോപന്മാര് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചു വന്നെന്ന് പറഞ്ഞു. അതിന് ഗോപികകളോ? ഗോപികമാർ അവര് സന്തുഷ്ടരായി. അവര് നല്ല വസ്ത്രങ്ങള്, അലങ്കാരങ്ങള്, കണ്ണില് കൺമഷിയൊക്കെ എഴുതി കൊണ്ട് അവരും എത്തിയിരിക്കുകയാണ്. അതായത് തങ്ങളുടെ വ്രജത്തിലെ നായകനും നായികയ്ക്കും പുത്രൻ ജനിച്ചിരിക്കുന്നു. വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് യശോദയ്ക്കും നന്ദഗോപർക്കും പുത്രൻ ജനിച്ചത്. ഇത് ആഘോഷിക്കാൻ എല്ലാവരും വളരെ ഒരുങ്ങി ഇവിടെ ഗോകുലത്തിലെത്തുകയാണ്. ശ്ലോകം 9 ഗോപ്യാശ്ചാകർണ്യമുദിത യശോദായ സുതോദ്ഭവം ആത്മാനം ഭൂഷയാം ചക്രോർ വസ്ത്രാകൽപാഞ്ജനാദിഭിः. ശ്ലോകം 10 നവകുങ്കുമകിഞ്ചൽക മുഖപങ്കജപൂതയഃ ബലിഭിസ്ത്വരിതം ജഗ്മു മൃദുശ്രോണ്യ ചലത്കുജാഃ. നവകുങ്കുമകിഞ്ചൽക മുഖപങ്കജപൂതയഃ ബലിഭിः ത്വരിതം ജഗ്മുഃ മൃദുശ്രോണ്യഃ ചലത് കുജാഃ. നവകുങ്കുമകിഞ്ചൽക മുഖപങ്കജപൂതയഃ. നവകുങ്കുമ പുതിയ കുങ്കുമം കൊണ്ടും കിഞ്ചൽക അതായത് താമരപ്പൂ കൊണ്ട്, താമരപ്പൂവിന്റെ ഉള്ളിലുള്ള കേസരങ്ങൾ കൊണ്ട് തലയിൽ ചൂടി. അപ്പൊ മുഖപങ്കജത്തിൽ അത്യധികം അവരുടെ മുഖം അത്യധിക ശോഭയോടുകൂടി മൃദുശോണ്യ തടിച്ച കടിപ്രദേശത്തോട് കൂടിയവരായി ചലത്കുജ ഇളകുന്ന കുജങ്ങളോട് കൂടിയവരായിട്ട് ബലിഭിഹി മംഗളപദാർത്ഥങ്ങളോടുകൂടി ത്വരിതം വേഗത്തിൽ ഗമിച്ചു. അപ്പൊ സ്ത്രീകളൊക്കെ നല്ലവണ്ണം ഒരുങ്ങി ചമഞ്ഞ് തലയില് താമരയുടെ കേസരങ്ങളൊക്കെ ചൂടി രത്നം, സ്വർണം, പട്ട്, നാളികേരം, പഴം, ഉണക്കലരി, ദുർവാചന്ദനം മുതലായ മംഗളപദാർത്ഥങ്ങൾ എടുത്തുകൊണ്ട് അവർ വേഗം ഓടി വരികയാണ്. വളരെ ആഹ്ലാദം തോന്നിയതുകൊണ്ട് അവരെന്ത് ചെയ്തു? ആ കുട്ടിയെ വേഗം കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അവർ പതുക്കെ നടക്കാതെ എന്ത് ചെയ്തു? വേഗം ഓടി വന്നു. ആര്? ഗോപികമാർ. നവകുങ്കുമകിഞ്ചൽക മുഖഭംഗജപൂതയഃ ബലിഭിസ്ത്വരിതം ജഗ്മു മൃദുശോണ്യശ്ചലത്കുജാഃ. ശ്ലോകം 11 ഗോപ്യാ സുമൃഷ്ട മണികുണ്ടല നിഷ്കണ്ഠ്യ ചിത്രാംബരാപതിശിഖാച്യുതമാല്യവർഷ നന്ദാലയം സവലയാ വ്രജതീർവിരേജുർ
വ്യാലോല കുണ്ടല പയോധര ഹാരശോഭാഃ. ഗോപ്യഃ സുമൃഷ്ട മണികുണ്ടല നിഷ്കണ്ഠ്യഃ ചിത്രാംബരാഃ പതി ശിഖ അച്യുത മാല്യവർഷാഃ. നന്ദാലയം സവലയാ വ്രജതീഃ വിരേജുഃ വ്യാലോല കുണ്ടല പയോധര മഹാശോഭാഃ. പയോധര ഹാരശോഭാഃ. അപ്പോ ഗോപ്യാഃ ഗോപാസ്ത്രീകള് എന്തായത് സുമൃഷ്ടമണികുണ്ടല നിഷ്കണ്ഠ്യ, അവരുടെ കഴുത്തില് എന്താണ് അഴുക്കില്ലാത്ത രത്നകുണ്ടലങ്ങളും, അല്ല കഴുത്തില് കാതില് രത്നകുണ്ടലങ്ങള്, കണ്ടത്തിലോ മാലയിൽ വലിയ പതക്കം ഇട്ടുള്ള മാലകള്, ചിത്രാംബരം വിശേഷ വസ്ത്രം ധരിച്ച് പതി വഴിയിൽ ശിഖാച്യുത മാല്യവർഷ. അപ്പൊ തലയിലൊക്കെ പൂ ചൂടി എന്ന് പറഞ്ഞു. ഓടി വരുമ്പോ എന്ത് ചെയ്യും? പൂവൊക്കെ തറയിലോട്ട് വീഴും. അപ്പൊ അങ്ങനെ തറയിലൊക്കെ പൂവിനെ വർഷിച്ചുകൊണ്ട് വ്യാലോല കുണ്ടല പയോധര ഹാരശോഭ, ഇളകുന്ന കുണ്ടലങ്ങൾ കൊണ്ട്, വലിയ കുണ്ടലങ്ങൾ കാതിൽ അണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓടുമ്പോൾ എന്ത് ചെയ്യും? ഈ കുണ്ടലങ്ങൾ ആടി. മാറത്ത് കിടക്കുന്ന മുത്തുമാലകൾ, നല്ല മുത്തുമാലകളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ശോഭിക്കുന്നവരും സവലയ കൈവളകൾ, കയ്യിലൊക്കെ വള നിറച്ച് വളകൾ ഇട്ടിട്ടുണ്ട്. ഗോപ്യഃ ഗോപികകൾ നന്ദാലയം നന്ദഭവനത്തെ വ്രജതീഹി പ്രാപിക്കുന്നവരായി വിരേജു ശോഭിച്ചു. അപ്പോ ഗോപസ്ത്രീകൾ നല്ലവണ്ണം അലങ്കരിച്ച് തലയിൽ പൂ ചൂടി, കാതിൽ കുണ്ടലങ്ങള്, കഴുത്തില് മാലകളെല്ലാം ധരിച്ച് ഓടി വന്നപ്പോൾ എന്ത് ചെയ്തു? അവരുടെ തലയിലിട്ടിരുന്ന പൂമാലകളൊക്കെ വഴിയിൽ ഇങ്ങനെ പൂ വർഷിക്കും പോലെ കൊഴിഞ്ഞു വീണ് കിടന്നിരുന്നു. അപ്പൊ തലയിൽ നിന്ന് പൂക്കളും വഴി നീളെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ തോന്നുന്നത് യശോദയ്ക്ക് പുത്രൻ പിറന്നതുകൊണ്ട് ഇവർ പുഷ്പവൃഷ്ടി നടത്തുകയാണോ എന്ന് തോന്നി. വഴിയിൽ മുഴുവനും പൂക്കൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഇവരുടെ തലയിൽ അണിഞ്ഞിരുന്ന പൂക്കളാണ്. കാരണം ഇവർ ഓടി വന്നപ്പോൾ ആ പൂക്കളൊക്കെ താഴെ വീണുപോയി. ശ്ലോകം 11. ഗോപ്യാസുമൃഷ്ട മണികുണ്ടല നിഷ്കണ്ഠ്യ ചിത്രാംബരാപതി ശിഖാച്യുത മാല്യവർഷാഃ. നന്ദാലയം സവലയാ വ്രജതീർവിരേജോർ വ്യാലോല കുണ്ടല പയോധര ഹാരശോഭാഃ. ശ്ലോകം 11. 11ആണല്ലോ വായിച്ചത്. 12. താശിഷ പ്രയുഞ്ജാനാം ചിരം പാഹീതി ബാലകേ ഹരിദ്രാചൂർണ തൈലാദ്ഭിഃ സിഞ്ചന്ത്യോ അജന ഉജ്ജഗൂഃ. ചിരം വളരെ കാലം, പാഹി രക്ഷിച്ചാലും. അപ്പൊ കുട്ടിയെ വളരെ കാലം രക്ഷിച്ചാലും എന്ന് പറഞ്ഞ് അവർ മംഗളവാക്കുകളെല്ലാം പറയുകയാണ്. ഭഗവാനാണെന്ന് അവർക്ക് അറിയില്ലല്ലോ. അപ്പൊ മംഗളവാക്കുകളുടെ ആവശ്യമൊന്നും ഭഗവാനില്ല. പക്ഷെ അവർക്കതറിയില്ലല്ലോ. അതുകൊണ്ട് അവരെന്തോന്ന് പറഞ്ഞു? ഒരാശിഷുകൾ, അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. എന്താണ്? ചിരം വളരെ കാലം പാഹി, അല്ലയോ ഭഗവാനെ ഈ കുഞ്ഞിനെ വളരെ കാലം രക്ഷിച്ചാലും ഇതി എന്ന താഹ അവർ ബാലകേ കുട്ടിയിൽ ആശിഷുകളെ പ്രയുഞ്ജാന പ്രയോഗിക്കുന്നവരായിട്ട്, അതായത് കുട്ടിയെ അനുഗ്രഹിച്ചു. ആ ചിരഞ്ജീവിയായിട്ട് ഭവിക്കട്ടെ, അല്ലെങ്കിൽ വളരെ കാലം ആയുഷ്മാനായി ഭവിക്കുക, ആയുഷ്മാൻ ഭവ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവര് ആ വളരെ കാലം ജീവിച്ചിരിക്കട്ടെ, ദൈവം രക്ഷിക്കട്ടെ എന്നൊക്കെ കുട്ടിയെ അനുഗ്രഹിക്കുകയാണ്. ഹരിദ്ര ചൂർണ തൈലാഭി, മഞ്ഞൾപ്പൊടി കലക്കിയ എണ്ണ കലർന്ന വെള്ളം കൊണ്ട്, ഹരിദ്ര മഞ്ഞൾപ്പൊടിയാണ്, ഹരിദ്രാചൂർണം, തൈലാതുബി എണ്ണ, അതായത്
എണ്ണയിൽ മഞ്ഞപ്പൊടിയോട് കലക്കി എന്ത് ചെയ്യും? സിഞ്ചന്തിയ എല്ലാവരുടെയും ദേഹത്ത് തളിക്കും. അജനം ഈശ്വരനെ പറ്റി ഉജ്ജവു ഗാനം ചെയ്തു. അപ്പൊ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നും പറഞ്ഞ് ഈശ്വരനെ പറ്റി ഗാനം ചെയ്യുകയാണ്. അപ്പൊ സന്തോഷ സൂചകമായിട്ട് എന്ത് ചെയ്തു? ആ എണ്ണ ഇതില് മഞ്ഞയൊക്കെ കലക്കി എല്ലാവരുടെ ദേഹത്തുമൊക്കെ തളിച്ചു. അത് മംഗള സൂചകമായിട്ട്. ശ്ലോകം ഒന്നുകൂടെ നോക്കാം. 12. താ ആശിഷ പ്രയുഞ്ചാന ചിരം പാഹീതി ബാലകേ ഹരിദ്രാ ചൂർണ തൈലാഭി സിഞ്ചന്ത്യോജന ഉജ്ജഗുഹു. ശ്ലോകം 13. അവാദ്യന്ത വിചിത്രാണി വാദിത്രാണി മഹോത്സവേ കൃഷ്ണേ വിശ്വേശ്വരേ അനന്തേ നന്ദസ്യ വ്രജമാഗതേ. അവാദ്യന്ത വിചിത്രാണി വാദിത്രാണി മഹോത്സവേ കൃഷ്ണേ വിശ്വേശ്വരേ അനന്തേ നന്ദസ്യ വ്രജം ആഗതേ. വിശ്വേശ്വരേ ലോകത്തിലെ നാഥനും അനന്തേ അപരിച്ഛിന്ന സ്വരൂപനുമായ കൃഷ്ണൻ നന്ദസ്യ നന്ദന്റെ വ്രജം ഗോകുലത്തെ ആഗതേ പ്രാപിച്ചതായ മഹോത്സവത്തിൽ വിചിത്രാണി നാനാവിധങ്ങളായ വാദിത്രാണി വാദ്യങ്ങൾ അവാദ്യന്ത വാദ്യങ്ങൾ ഘോഷിച്ചു അല്ലെങ്കിൽ വാദ്യങ്ങൾ ശബ്ദിച്ചു. അവാദ്യന്ത നന്ദഗോപർക്ക് ഉണ്ണി പിറന്നപ്പോൾ സന്തോഷ സൂചകമായി അവർ പലവിധ വാദ്യഘോഷങ്ങളും പുറപ്പെടുവിച്ചു. വാദിത്രാണി വാദ്യങ്ങൾ പലതരത്തിലുള്ള വാദ്യങ്ങളെല്ലാം ശബ്ദിച്ചു. ഒരു ഉത്സവം കൊണ്ടാടുന്ന രീതിയിലായിരുന്നു ആ ജന്മോത്സവം കൊണ്ടാടിയത്. അവാദ്യന്ത വിചിത്രാണി വാദിത്രാണി മഹോത്സവേ കൃഷ്ണേ വിശ്വേശ്വരേ അനന്തേ നന്ദസ്യ വ്രജമാഗതേ. ശ്ലോകം 14. ഗോപാ പരസ്പരം ഹൃഷ്ടാ ദധിക്ഷീരകൃതാംബുഭിഃ ആസിഞ്ചന്തോ വിലിംബന്തോ നവനീതൈശ്ച ചിക്ഷുഗുഃ. ഗോപാഃ പരസ്പരം ഹൃഷ്ടാഃ ദധി ക്ഷീര കൃതാംബുഭിഃ ആസിഞ്ചതഃ വിലംബന്തഃ നവീനതൈഃ ച ചിക്ഷുഗുഃ. ഗോപാഃ ഗോപന്മാർ പരസ്പരം അന്യോന്യം ഹൃഷ്ടാഃ സന്തോഷമുള്ളവരായി ദധി ക്ഷീര കൃതാംബുഭിഃ തൈര് പാല് നെയ്യ് ഇവ കൊണ്ട് ആസിഞ്ചന്ത നനച്ചുകൊണ്ട് നവനീതൈഹി വെണ്ണ കൊണ്ട് വിലിംബന്ത തേച്ചുകൊണ്ടും ചിക്ഷുപൂ എറിഞ്ഞു. അവർക്ക് സന്തോഷ സൂചകമായി അവർ പാല് വെണ്ണ തൈര് എല്ലാം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു. എന്നിട്ട് തൈര് പാത്രമൊക്കെ എടുത്ത് മേൽപോട്ട് എറിഞ്ഞൊക്കെ ഉടച്ചു സന്തോഷമായിട്ട് എല്ലാം അവിടെയെല്ലാം വ്രജത്തിലെല്ലാം ആ സ്ത്രീകളെല്ലാം ഗോപസ്ത്രീകളെല്ലാം ഈ തൈര് കടയുന്നവരാണ്. അപ്പൊ അവിടെ തൈര് നെയ്യ് എല്ലാം ഉണ്ട്. അതിനെയൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുകയും തൈര് കലമെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി എറിയുകയും ചെയ്തു. ശ്ലോകം 15. നന്ദോ മഹാമന ഒന്നുകൂടെ 14. ഗോപാ പരസ്പരം ഹൃഷ്ടാ ദധിക്ഷീരകൃതാംബുഭിഃ ആസിഞ്ചന്തോ വിലിംബന്തോ നവനീതൈശ്ച ചിക്ഷുപുഃ. ശ്ലോകം 15. നന്ദോ മഹാമനസ്തേഭ്യോ വാസോലങ്കാര ഗോധനം സൂതമാഗത വന്ദിഭ്യോ ഏന്യോ വിദ്യോപജീവനഃ. നന്ദഃ മഹാമനാഃ തേഭ്യഃ വാസഃ അലങ്കാര ബോധനം സൂതമാഹത വന്ദിഭ്യഃ
വിദ്യ ഉപജീവനഃ. നന്ദോഹ മഹാമനാഹ നന്ദൻ, മഹാ മനസ്സോടുകൂടിയ നന്ദൻ. സൂതമാഗത വന്ദിപ്യ, സൂതന്മാർ മാഗതന്മാർ വന്ദികൾക്കായിക്കൊണ്ട് വിദ്യോപജീവന, വിദ്യ കൊണ്ട് ജീവിക്കുന്ന അന്യേച്ഛ മറ്റുള്ളവർ ആരോ അവർക്കും എല്ലാവർക്കും, അതായത് ബ്രാഹ്മണർക്ക്, സൂതന്മാരും മാഗത വന്ദികൾ എല്ലാ പേർക്കും വാസ അലങ്കാര ഗോധനം, വസ്ത്രം ആഭരണം പശുക്കൾ മുതലായവ ദാനം ചെയ്തു. പുത്രൻ ജനിച്ചതിന്റെ സന്തോഷത്തിൽ വന്നവർക്കെല്ലാം അവരവർക്ക് അർഹതപ്പെട്ടത് ദാനം ചെയ്യുകയാണ്. ശ്ലോകം 15. നന്ദോ മഹാമനാസ്തേഭ്യോ വാസോലങ്കാര ഗോധനം സൂതമാഗത വന്ദിഭ്യോ യേന്യേ വിദ്യോപജീവനഃ. ശ്ലോകം 16. തൈസ്തൈ കാമൈർ അദീനാത്മാ യഥോചിതമപൂജയത് വിഷ്ണോരാരാധനാർത്ഥായ സ്വപുത്രസ്യോ ഉദയായ ച. പദച്ഛേദം. തൈഹി കാമൈഹി അദീനാത്മാ യഥാ ഉചിതം അപൂജയത് വിഷ്ണോഃ ആരാധന ആർത്ഥായ സ്വപുത്രസ്യ ഉദയായ ച. അദീനാത്മാ സന്തുഷ്ടചിത്തനായ നന്ദൻ തൈ അതത് കാമൈ ആഗ്രഹങ്ങളെ കൊണ്ട് യഥോചിതം ഉചിതം പോലെ പൂജിച്ചു. വിഷ്ണോഹോ വിഷ്ണുവിന്റെ ആരാധനാർത്ഥായ സന്തോഷത്തിന് വേണ്ടിയിട്ട് സ്വപുത്രസ്യ തന്റെ പുത്രന്റെ ഉദയായ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടും ഉള്ള കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ സന്തുഷ്ട ചിത്തനായ നന്ദഗോപർ എന്ത് ചെയ്തു? ബ്രാഹ്മണരെ പൂജിക്കുക മാത്രമല്ല ചെയ്തത്, ആരൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ആഗ്രഹിച്ച് ഈ ജന്മോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയോ അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് അവരുടെ ഇഷ്ടങ്ങളെല്ലാം സാധിച്ചു കൊടുത്ത് അവരെയൊക്കെ പൂജിച്ചു. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് കാരണം എന്താണ്? ഇങ്ങനെയൊക്കെ ചെയ്താൽ വിഷ്ണു സന്തോഷിക്കും എന്ന് വിചാരിച്ചാണ് ചെയ്തത്. അപ്പോൾ ആ സന്തോഷ നിമിത്തം തന്റെ പുത്രനും നല്ലതുണ്ടാകും. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സത്പ്രവൃത്തികൾ ചെയ്യണം എന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ കൂടി വേണ്ടിയാണ് നന്ദഗോപർ ഇത് ചെയ്തത്. ഭഗവാൻ ഗീതയിൽ പറയുമല്ല, യദ്യതാചരതി ശ്രേഷ്ഠ തത്തത് ഗേവ ഇതരോ ജനഃ സ തത് പ്രമാണം കുരുതേ ലോകസ്ഥം അനുവർത്തതേ. അപ്പൊ ശ്രേഷ്ഠന്മാർ എന്താചരിക്കുന്നുവോ അത് തന്നെ മറ്റുള്ളവരും അനുകരിക്കും. ഇപ്പോ സമൂഹത്തിൽ ശ്രേഷ്ഠതയുള്ളവര്, ഉന്നത നിലയിലുള്ളവര് എന്താചരിക്കുന്നുവോ അത് കണ്ട് മറ്റുള്ളവരെ അനുകരിക്കും. അല്ലെങ്കിൽ വീട്ടിലെ അച്ഛനമ്മമാര് എന്ത് ചെയ്യുന്നുവോ അത് നല്ലതായാലും ചീത്തയായാലും കുട്ടികൾ എന്ത് ചെയ്യും? അത് അനുകരിക്കും. അപ്പൊ ശ്രേഷ്ഠന്മാർ ആചരിക്കുന്നത് നല്ലതാണെന്നാണ് പ്രമാണം. അപ്പൊ അതുകൊണ്ട് നന്ദഗോപരും ആ ചെയ്യേണ്ട എല്ലാ സംസ്കാരങ്ങളും അതിന്റെ വിധിയാമണ്ണം തന്നെ ചെയ്തു. ശാസ്ത്രം അനുസരിച്ച് തന്നെ നന്ദഗോപർ പ്രവർത്തിച്ചു. ശ്ലോകം 16 ഒന്നുകൂടെ. തൈസ്തൈ കാമൈർ അദീനാത്മാ യഥോചിതമപൂജയത് വിഷ്ണോരാരാധനാർത്ഥായ സ്വപുത്രസ്യ ഉദയായ ച. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. അപ്പോൾ ആ നന്ദഗോപർക്ക് ജനിച്ച കുട്ടിയുടെ ജന്മോത്സവം എങ്ങനെയാണ് ആഘോഷിക്കുന്നതെന്ന് കണ്ടു. പിന്നെ ഇനി അടുത്ത ക്ലാസ്സിൽ നന്ദഗോപർ മധുരയിലേക്ക് യാത്ര പോകുന്നതാണ് അടുത്ത ക്ലാസ്സിൽ പഠിക്കേണ്ടത്. ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവത് കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.